അപ്പോൾ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നും വന്ന ഒരു പ്രതികരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉണ്ടായി ഭക്ഷ്യ വിഷബാധകളോ ഒന്നുമല്ല അവരെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തങ്ങളുടെ അധ്യാപകനെ കുറിച്ച്, തങ്ങളുടെ NCC അധ്യാപകനെ കുറിച്ച് ഇവിടെ വന്ന് പ്രതിഷേധിക്കാൻ എത്തിയ നാട്ടുകാരിയായിട്ടുള്ള ഒരു വനിതാ നേതാവ് ഇവരുടെ ബാരക്കുകളിലേക്ക്, ഇവരുടെ റൂമുകളിലേക്ക് അതിക്രമിച്ച് കടന്നുകൊണ്ട് ആ കുട്ടികളോട് പറഞ്ഞത് നിങ്ങളുടെ സാബുമാരെ ചേർത്തുകൊണ്ട് ആ കുട്ടികളുടെ ലൈംഗിക ചുവയോട് കൂടിയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾക്കത് വല്ലാത്തൊരു മാനസിക പ്രയാസമുണ്ടായി. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു മാനസികമായിട്ടുള്ള തങ്ങളെ ബുദ്ധിമുട്ടിച്ചത് യഥാർത്ഥത്തിൽ NCC അധ്യാപകരല്ല. അതിന് പകരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ചില ഇവിടെ വന്നിരുന്ന ചില പ്രതിഷേധിക്കുവാൻ എത്തിയിരുന്ന ചില വനിതാ നേതാക്കളാണ് ഇവരുടെ റൂമുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് ഈ NCC കേഡറ്റുകൾ, പെൺകുട്ടികളായ NCC കേഡറ്റിനെയും അവരുടെ അധ്യാപകരെയും ചേർത്തുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു, ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിനെ തുടർന്നാണ് ഞങ്ങള് അവിടെ ചെന്നപ്പോ സാബുമാര് അവര് ഒരു യൂണിയന്റെ പുള്ളിക്കാരി എന്തൊക്കെയോ പറയുക, സാബുമാര് മോശമായിട്ട്. അങ്ങനെയൊന്നും അല്ല, അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ ഇപ്പൊ എന്താണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് അറിയില്ല. അത് ഓക്കെ, ഒരു ഫുഡാണെന്നല്ല, കാരണം ഇവര് ഫുഡ് കഴിച്ചു, പക്ഷെ ഇവർക്ക് വലിയ കുഴപ്പമില്ല. കുറച്ച് പേർക്ക് മാത്രം കുഴപ്പം വന്ന്, അതിപ്പോ എന്തുകൊണ്ടാണ് നമുക്ക് അറിയില്ല. പക്ഷെ വയ്യാതായി, ശരിയാണ്. പക്ഷെ അതിന്റെ പേരിൽ വേറൊരു രീതിയിലാക്കേണ്ട ആവശ്യമില്ല. ഒരു ക്യാമ്പാണ്, ഇത്രയും പേരുണ്ട്, അപ്പൊ ഇങ്ങനത്തെ ഇത് സ്വാഭാവികമാണ്. ഫുഡ് പോയ്സൺ ഉണ്ടായി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഫുഡ് പോയ്സൺ ഉണ്ടായ ചിലരെല്ലാം ആശുപത്രിയിലായി എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ ഈ കുട്ടികളെ ചേർത്തുകൊണ്ട്, പെൺകുട്ടികളായിട്ടുള്ള NCC കേഡറ്റുമാരെ ചേർത്തുകൊണ്ട് ഇവിടുത്തെ അധ്യാപകരെ, അതായത് NCC അധ്യാപകരെയും ചേർത്തുകൊണ്ട് ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇവിടെ പ്രതിഷേധിക്കാൻ എത്തിയ നാട്ടുകാരിയായിട്ടുള്ള ഒരു വനിതാ നേതാവാണ്. ആ വനിതാ നേതാവിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇവിടുത്തെ NCC കേഡറ്റുമാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പുറത്തെടുത്തതിനെ തുടർന്ന് അവരെ ഇവിടെ സ്ഥലത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. അവർ ആദ്യമെല്ലാം വിദ്യാർത്ഥികളോട് തർക്കിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ഈ സ്ഥലത്ത് നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളായിട്ടുള്ള NCC കേഡറ്റുമാർ ഇപ്പോൾ ഇവിടെ തന്നെ തുടരുകയാണ്. അവർ തൽക്കാലം ഇവിടെ നിന്ന് മാറ്റേണ്ടതില്ല എന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം രാത്രി സമയമാണ്. ഈ സമയത്തുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട്, അല്ലെങ്കിൽ വീടെത്തുവാനുള്ള സൗകര്യങ്ങൾ ഇല്ലായ്മയുണ്ട്, അല്ലെങ്കിൽ ഇത്രയധികം വൈകിയിരിക്കുന്ന വേളയിൽ ഇവർക്ക് ഒരിക്കലും വീട്ടിൽ പോകാനുള്ള അസൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിവർ ഇവിടെ തുടരുവാനാണ് സാധ്യത. എന്നാൽ മാതാപിതാക്കൾ ഇവിടെ എത്തിയിട്ടുള്ള പെൺകുട്ടികളായിട്ടുള്ള NCC കേഡറ്റുമാരെ വീട്ടിൽ പോകാൻ അനുവദിക്കുന്നുമുണ്ട്. അവരുടെ പേര് വിവരങ്ങളെല്ലാം ഇവിടെ എഴുതി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഈ പെൺകുട്ടികളായിട്ടുള്ള NCC കേഡറ്റുമാരെ ഇവിടെ നിന്നും പോകാൻ അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നതാണ്, കുറെ കൂടി കൂടുതലായിട്ടുള്ള പോലീസ് സേന ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ഥിതി വിവരങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതിയെല്ലാം ശാന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കുട്ടികൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ട് തങ്ങളുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അവർക്ക് ആപത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വീണ്ടും ഉറപ്പിക്കുവാനായിട്ട് മാതാപിതാക്കളെല്ലാം നിറകണ്ണുകളോടുകൂടി ഇവിടേക്ക് ഈ KMA കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.